ഏതാനും താരങ്ങൾക്ക് വേണ്ടി ശബ്ദം നൽകിയവരെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ലക്ഷ്മി അമ്മയ്ക്ക് ശബ്ദം നൽകിയത് വത്സമ സജിത്. പിന്നെയും വാവിട്ട് കരഞ്ഞു. അത് കണ്ടുവന്ന ആ സ്ത്രീയുടെ ഭർത്താവ് എന്തിനാണ് ഈ കുഞ്ഞിനെ തല്ലിയെന്നും ചോദിച്ച് അവരെ തല്ലി. ആകെ ബഹളമായി. ബാലന് ശബ്ദം നൽകിയത് KS സിദ്ധാർത്ഥൻ. തമ്പി വാലും ചുരുട്ടിക്കൊണ്ട് തോറ്റോടും, അത് ഉറപ്പാ. ശ്രീദേവിക്ക് ശബ്ദം നൽകിയത് ദേവി S. തിരിച്ചറിവില്ലാതായി എന്താ ചെയ്യാ? അർഹതയില്ലാത്ത ഒന്നിലും നീ മേലെ തൊട്ടു പോകരുത്. ഹരികൃഷ്ണന് ശബ്ദം നൽകിയത് വിനീത് വിശ്വനാഥൻ. അപർണയ്ക്ക് ശബ്ദം നൽകിയത് ദേവയാനി. ഞങ്ങളുടെ ദേവേടത്തെയും ബാലേട്ടനെയും എന്റെ ഭർത്താവിനൊക്കെ അപമാനിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്തതിന്റെ വാശി തീർക്കാൻ എന്റെ ഹരിയെ ഭീഷണിപ്പെടുത്താനും ഉപദ്രവിക്കാനും അപ്പച്ചി ഗുണ്ടകളെ പറഞ്ഞു വിട്ടിരുന്നോ? എനിക്കതറിയണം. അങ്ങനെയല്ല. ശിവരാമകൃഷ്ണന് ശബ്ദം നൽകിയത് ശങ്കർലാൽ. താത്വികമായ ഒരു അവലോകനം നടത്തിയതിന്റെ വെളിച്ചത്തിൽ തെളിഞ്ഞു വന്നതാ ഈ മസാല ദോശ. അഞ്ജലിക്ക് ശബ്ദം നൽകിയത് പാർവതി. സർപ്രൈസ് അതോ വേറെന്തെങ്കിലും വാങ്ങിച്ചുണ്ടോന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ മെസ്സേജ് ചെയ്താൽ നന്നായിട്ട് ഉറക്കം വരും. വീട്ടിൽ വെച്ച് അമ്മ ഇങ്ങനെ എന്റെ തലയിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. ഐശ്വര്യക്ക് ശബ്ദം നൽകിയത് ജസ്നി ജോണി. ചെരുപ്പ് ഊരിടുമ്പോ ചിലപ്പോ ഇങ്ങനെയൊക്കെ വീണോന്ന് വരും. അതിനിങ്ങനെ കാലുകൊണ്ട് തൂക്കിയെടുത്തെറിയാണോ വേണ്ടേ? എടുത്തങ്ങോട്ട് മാറ്റി വെച്ചാലേ ഉള്ളൂ. പക്ഷേ എടുത്തെറിയുന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ഏതായി മരങ്ങോടൻ? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. രാജശേഖരൻ തമ്പിക്ക് ശബ്ദം നൽകിയത് ശോഭി തിലകൻ. ഞാനുണ്ടെന്നോ നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്. അംബികയ്ക്ക് ശബ്ദം നൽകിയത് ബിന്ദു വിനോദ്. നിനക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയാനോ തടയാനോ മമ്മിയെ കൊണ്ട് പറ്റാതായി പോയല്ലോ മോള്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. താങ്ക്